വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ്. 4 വർഷമായി, അതായത് ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ആ 4 വർഷം അധികം കേൾക്കാതിരുന്ന ആ വാക്ക് താരിഫ്, ഡ്യൂട്ടി, തീരുവ എന്നൊക്കെ അറിയപ്പെടുന്ന താരിഫ്. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായതിനു ശേഷം ലോകമെമ്പാടും ട്രെൻഡായ വാക്ക്. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് തന്നെ ട്രംപിൻ്റെ പ്രധാന ആയുധമായിരുന്നു താരിഫ്. തൻ്റെ ആദ്യ ടേമിൽ ചൈനയടക്കമുള്ള വമ്പന്മാരെ വിറപ്പിച്ച അതേ ആയുധം തന്നെയായിരുന്നു രണ്ടാമതും അധികാരത്തിലേറാൻ ട്രംപിനെ സഹായിച്ചത്. 2018-19 കാലയളവിൽ ട്രംപ് സ്വീകരിച്ച താരിഫ് നയത്തേക്കാൾ കൂടുതൽ ആക്രമണോത്സുകമായ നയമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. എന്താണ് ഈ താരിഫ്? താരിഫ് എടുത്ത് ലോകരാജ്യങ്ങൾക്ക് നേരെ വീശുന്ന ട്രംപിനെ ഇന്ത്യ ഭയക്കണം. നമ്മുടെ രാജ്യത്ത് നിരവധി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും അത് പലതും കയറ്റി അയക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. എല്ലാ രാജ്യത്തും ഇതേ പരിപാടി നടക്കുന്നു. ഉദാഹരണത്തിന്, ഇന്ത്യയിൽ ധാരാളമായി ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ് സ്റ്റീൽ. അതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ചൈന. ചൈന ഇന്ത്യയിലേക്ക് ധാരാളമായി സ്റ്റീൽ ഇമ്പോർട്ട് ചെയ്താൽ ഇവിടെയുള്ള സ്റ്റീൽ കമ്പനിക്കാർക്ക് പിടിച്ചു നിൽക്കാനാകില്ല. അങ്ങനെ ചൈനക്കാർ ഇന്ത്യൻ വിപണി പിടിച്ചടക്കാതിരിക്കാൻ സർക്കാർ ഒരു പണി ചെയ്യും. അതായത് ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീലിന് നികുതി ചുമത്തും. അങ്ങനെ നികുതിയൊക്കെ അടച്ചു വരുമ്പോഴേക്കും ഇന്ത്യയിലെ സ്റ്റീലിനേക്കാൾ വില കൂടുതലായിരിക്കും ചൈനയുടെ സ്റ്റീലിന്. സ്വാഭാവികമായും അത് ആരും വാങ്ങില്ല. അങ്ങനെ ഇന്ത്യയിലെ വ്യവസായങ്ങളെ സർക്കാർ സംരക്ഷിക്കും. ഇങ്ങനെ പല രാജ്യങ്ങളും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താരിഫാണ് ചുമത്തുന്നതെന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രധാന ആരോപണം. ഈ കാര്യത്തിൽ ഇന്ത്യയെ താരിഫ് കിങ് എന്നാണ് ട്രംപ് വിളിക്കുന്നത്. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ചുമത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും അതേ നിരക്കിൽ തിരിച്ചും താരിഫ് ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ചർച്ചകൾക്ക് ശേഷവും താരിഫിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് ട്രംപ് തയ്യാറായിട്ടില്ല. ട്രംപിന്റെ ഭീഷണിയിൽ ഇന്ത്യ ഭയക്കേണ്ടതുണ്ടോ? ഇന്ത്യൻ കയറ്റുമതിക്കെതിരെ അമേരിക്ക പുതിയ തീരുവ ഏർപ്പെടുത്തിയാലും അത് വലിയ ആഘാതം രാജ്യത്തെ കയറ്റുമതി മേഖലയ്ക്ക് ഉണ്ടാക്കില്ലെന്നാണ് SBIയുടെ പഠന റിപ്പോർട്ട് പറയുന്നത്. 15 മുതൽ 20% വരെ തീരുവ അമേരിക്ക കൂട്ടിയാലും ഇന്ത്യയുടെ കയറ്റുമതി ഏകദേശം 3 മുതൽ 3.5% മാത്രമേ കുറയൂ. അതിന് കാരണം എന്താണ്? ഇന്ത്യ അമേരിക്കൻ വിപണി കണ്ടുകൊണ്ട് മാത്രമല്ല കയറ്റുമതി നടത്തുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ 17.7% അമേരിക്കയിലേക്കായിരുന്നു. പക്ഷേ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, മറ്റ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളും ഇന്ന് ഇന്ത്യയുടെ പ്രധാന മാർക്കറ്റാണ്. അതായത് ഒരൊറ്റ വിപണിയെ ആശ്രയിക്കുന്നതിന് പകരം വൈവിധ്യമാർന്ന വിപണികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായി ഇന്ത്യ. രത്നങ്ങൾ, ആഭരണങ്ങൾ, യന്ത്രങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, ഇന്ധനം, ഇരുമ്പ്, സ്റ്റീൽ, വസ്ത്രങ്ങൾ, വാഹനങ്ങൾ, കെമിക്കലുകൾ എന്നിവയാണ് ഇന്ത്യ പ്രധാനമായും അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത്. ഇനി അമേരിക്ക സ്റ്റീലിന് 25% തീരുവ ചുമത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇന്ത്യയെ ബാധിക്കുമോ? ഇല്ല. കാരണം ഇന്ത്യ അമേരിക്കയിലേക്ക് ആകെ കയറ്റി അയക്കുന്ന സ്റ്റീൽ വെറും 3% മാത്രമാണ്. ഇനി ട്രംപ് ഇന്ത്യക്കെതിരെ പറയുന്ന കാര്യങ്ങളിൽ വല്ല സത്യവുമുണ്ടോ? കണക്കുകൾ നോക്കാം. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കെതിരെ ഏറ്റവും അധികം തീരുവ ചുമത്തുന്ന 2 ഏഷ്യൻ രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്, മറ്റൊന്ന് തായ്ലൻഡും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തുന്ന തീരുവയേക്കാൾ 10% കൂടുതലാണ് ഇന്ത്യ US ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ഈടാക്കുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US ചുമത്തുന്ന താരിഫ് എല്ലാ കാലത്തും വലിയ മാറ്റമൊന്നും ഇല്ലാതെയായിരുന്നു. ഉദാഹരണത്തിന് 2018 2.72% താരിഫ് 2021 3.91% അമേരിക്ക കൂട്ടി. 2022 തീരുവ 3.83% കുറച്ചു. അതേസമയം US നിന്നുള്ള ഇറക്കുമതിക്ക് ഇന്ത്യ ചുമത്തുന്ന തീരുവ 2018 11.59% 2022 15.3% കൂട്ടി. ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾക്ക് ഇന്ത്യയിൽ 150% വരെ താരിഫ് ചുമത്തുന്നുണ്ട്. ഇനി ഈ താരിഫ് വാറിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഒരു വിഭാഗത്തിന് കുറച്ച് നേട്ടമൊക്കെ ഉണ്ട്. ഇന്ത്യയിലെ ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കൾ പ്രതീക്ഷയോടെയാണ് ഈ സംഭവവികാസങ്ങളെ നോക്കിക്കാണുന്നത്. അമേരിക്കയും ചൈനയും പരസ്പരം വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ചൈനീസ് ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കളും അതിൻ്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരും. ചൈനയ്ക്ക് ബദലായി ഇന്ത്യൻ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖല വളർന്നു വരുന്ന സാഹചര്യത്തിൽ ചൈന US വ്യാപാര യുദ്ധം ഇന്ത്യക്ക് ഗുണം ചെയ്യും. സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ് നിർമ്മാണ കമ്പനികൾക്കായിരിക്കും ഇതിൻ്റെ നേട്ടം. ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഡിക്സൺ ടെക്നോളജി, ഒപ്റ്റിമസ്, ഫോക്സ്കോൺ എന്നിവയ്ക്കെല്ലാം ഇതിൻ്റെ നേട്ടം ലഭിക്കും. ചൈനീസ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക കൂടുതൽ തീരുവ ചുമത്തുന്നതോടെ ഇവയുടെ വില വർദ്ധിക്കും. എന്നാൽ അധിക തീരുവയില്ലാതെ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ആഗോള മാർക്കറ്റിലേക്ക് എത്തിക്കാൻ ഈ കമ്പനികൾക്ക് സാധിക്കുകയും ചെയ്യും. ആത്യന്തികമായി ട്രേഡ് വാർ ഒരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യില്ലെന്ന് മാത്രമല്ല,
ഇന്ത്യ അടക്കമുള്ള വികസ്വര രാജ്യങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റുകൾക്കും തിരിച്ചടിയാകും. പറഞ്ഞതുപോലെ എല്ലാം പ്രവർത്തിക്കാൻ സാധിക്കില്ലെന്ന് ട്രംപിനും അറിയാം. വടി വീശുക മാത്രമേ ഉള്ളൂ, അടിച്ചാൽ പണി അമേരിക്കയ്ക്ക് കൂടിയാണെന്ന ബോധ്യമുള്ള ബിസിനസ്സുകാരനായ പ്രസിഡന്റിന്റെ അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് പക്ഷേ ആർക്കും പ്രവചിക്കാനാകില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.